ഹായ് നമസ്കാരം. ഞാൻ ജിനേഷ് ചിത്രമ്പള്ളി. ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് ടൗണിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ മാത്രം അകലത്തിൽ കല്ലഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അത് നമ്മുടെ മെക്കാടൻ ടാറിങ് റോഡിനോട് ചേർന്ന് കിടക്കണ, അതായത് ബസ് റൂട്ടിനോട് ചേർന്ന് കിടക്കണ ഈ കാണുന്ന റബ്ബർ തോട്ടം കണ്ടില്ല നിങ്ങൾ? മൊത്തം 1 ഏക്കർ 65 സെൻറ്റ് സ്ഥലം. ഈ കാണുന്ന ഇവിടുന്ന് താഴോട്ട് കിടക്കുന്ന 1 ഏക്കർ 65 സെൻറ്റ് സ്ഥലം റബ്ബർ തോട്ടം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയുള്ള വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. പിന്നെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഈ ഒരു റബ്ബർ തോട്ടത്തിൻ്റെ ഡീറ്റെയിൽ ആയുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോട്ടോ. ഹൈവേ റോഡാട്ടോ. അങ്ങോട്ടൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ, ഇഷ്ടം പോലെ വീടുകളുണ്ട്, അടുത്തൊക്കെ ഇഷ്ടം പോലെ വീടുകളുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടം പോലെ ബസ്സും കാര്യങ്ങളൊക്കെ കൂടുന്ന, അതായത് എന്താ പറയുക, ഈ മെക്കാടൻ ടാറിങ് റോഡിനോട് ചേർന്നിട്ടാണ് നമ്മളെ പ്ലോട്ട് വരുന്നത്. നമ്മളെ സ്ഥലത്തിൻ്റെ അതിരിതാണ്, ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. ഇവിടുന്ന് നേരെ കുറച്ച് അതുവരെ നമുക്ക് ഫ്രണ്ടേജ് വരുന്നുണ്ട്. നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ റോഡില്ലേ, ഈ റോഡ് വരുന്നത് നേരെ നമുക്ക് വെള്ളരിക്കുണ്ടെന്ന് വരുന്ന റോഡാണ്. വെള്ളരിക്കുണ്ടെന്ന് ഏകദേശം ഒരു 3 കിലോമീറ്ററാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിലുള്ള ദൂരം. ഈ റോഡ് നേരെ അങ്ങനെ അങ്ങോട്ട് പോകുന്നത് നമുക്ക് കാഞ്ഞങ്ങാടിന് പോകണത്, കാഞ്ഞങ്ങാട് നീലേശ്വരം, പിന്നെ അതുപോലെ തന്നെ കാസർഗോഡിനൊക്കെ പോകുന്ന റൂട്ടാണ് കേട്ടോ. നമുക്ക് പിന്നെ ഈ റോഡ് നേരെ എങ്ങനെ പോകുന്നത് നമുക്ക് ഇരിട്ടിയിലോട്ട് പോകാം, അതുപോലെ തന്നെ ചെറുപുഴ, ചിറ്റാരിക്കൽ അങ്ങനെയുള്ള ഭാഗങ്ങളിലോട്ടൊക്കെ പോകാം, കൊന്നക്കാട് പോകാം, മാലവും പോകാം, അങ്ങനെയൊക്കെ പോകുന്ന റോഡാണ് കേട്ടോ. നമുക്ക് നീലേശ്വരത്തിന് ഏകദേശം ഒരു 28 കിലോമീറ്ററും കാസർഗോഡിന് ഏകദേശം ഒരു 50 കിലോമീറ്ററും, പിന്നെ നമുക്ക് ഇരിട്ടിയിലോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 90 കിലോമീറ്ററാണ് നമുക്ക് ഇവിടെ നിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ റോഡ് നേരെ ഇങ്ങനെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ടൗൺ എന്ന് പറഞ്ഞാൽ വെള്ളരിക്കുണ്ടാണ്, അല്ല പരപ്പയാണ് കേട്ടോ അടുത്ത ടൗണുള്ളത്. പരപ്പയിലോട്ട് ഏകദേശം ഒരു 4 കിലോമീറ്ററാണ് നമുക്ക് ഇവിടെ നിന്നുള്ള ദൂരം. കറണ്ടിൻ്റെ ഇലക്ട്രിക് പോസ്റ്റ് നമുക്ക് കറണ്ട് നമ്മളെ പ്ലോട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അങ്ങോട്ടൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ വീടുകളുണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടംപോലെ ബസ്സും കാര്യങ്ങളൊക്കെ പോകണതാണ് നമുക്ക് കാസർഗോഡിനും, അതുപോലെ തന്നെ നമുക്ക് കാഞ്ഞങ്ങാടിന്, പിന്നെ നീലേശ്വരം, ഇരിട്ടി, കുന്നക്കാട്, ഇങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ ബസ്സുള്ളതാണ്. നമ്മളെ പ്ലോട്ടിൻ്റെ ഫ്രണ്ടേജ് അതിരി ഏകദേശത്താണ് ഇതുവരെയാണ് വരുന്നത് കേട്ടോ. പിന്നെ നമ്മളെ പ്ലോട്ടിലോട്ട് പോകേണ്ട റോഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാഹനങ്ങളൊക്കെ നമ്മളെ പ്ലോട്ടിൻ്റെ താഴെ വരെ പോകാനുള്ള സൗകര്യത്തിന് ചെറിയ റോഡും കാര്യങ്ങളൊക്കെ വെട്ടിയിട്ടുണ്ട്. പിന്നെ ഓണർ ഇപ്പോൾ നാട്ടിലല്ല, കുറച്ച് വേറെ സ്ഥലത്താണ് ഇപ്പോൾ താമസം. അതുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. കുറച്ചിങ്ങനെ അതേപോലെ തോട്ടപ്പയറൊക്കെ ഇട്ട് തോട്ടപ്പയറാക്കി വെച്ചേക്കാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് കേട്ടോ. നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പഞ്ചായത്ത് നമുക്ക് അടുത്തുള്ള ബളാലാണ് പഞ്ചായത്ത് വരുന്നത്, അതുപോലെ തന്നെ വില്ലേജ് വരുന്നത് നമുക്ക് ബളാലാണ് കേട്ടോ. നമ്മളെ ഈ ഒരു സ്ഥലത്തിൻ്റെ താലൂക്ക് നമുക്ക് വെള്ളരിക്കുണ്ട് താലൂക്കിൽപ്പെട്ട സ്ഥലമാണ് കേട്ടോ. ഈ ഒരു പ്ലോട്ടിനകത്ത് നമുക്ക് ബോർവെല്ലുണ്ട്, അതുപോലെ തന്നെ കിണറുണ്ട്. വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റുന്ന സ്ഥലം തന്നെയാണ്. പിന്നെ നമുക്ക് ഏകദേശം ഇതേപോലത്തെ റബ്ബർ മരങ്ങൾ 105 ഇനത്തിൽപ്പെട്ട ഏകദേശം ഒരു 330ഓളം റബ്ബർ മരങ്ങൾ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട് കേട്ടോ. ഏകദേശം ഒരു 8 വർഷം മാത്രം പ്രായമായ മരങ്ങളാണ് എല്ലാം ഉള്ളത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതാണ് മഹാഗണി അങ്ങനെയുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ പ്ലോട്ടിൻ്റെ എല്ലാ അതിരും എല്ലാം ക്ലിയറാക്കി ഇട്ടേക്കുന്നതാണ്. ഇപ്പുറത്ത് ഈ ഒരു ഭാഗത്ത് ഫുള്ള് എന്താ പറയുക, കയ്യാല കെട്ടി തിരിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് തോട്ടപ്പയറൊക്കെ ആകുമ്പോൾ എന്താ വെച്ചാൽ കൂടുതൽ കാട് കയറില്ല, അതിന് വേണ്ടി ഒരു തോട്ടപ്പയറൊക്കെ ആക്കിയിട്ടേക്കാം കേട്ടോ. അധികം കാടോ ഇറങ്ങുകളൊന്നും ഉണ്ടാവില്ല. തോട്ടപ്പയറായിട്ട് ഇങ്ങനെ കിടക്കുന്ന അടിപൊളി ഒരു തോട്ടമാണ്. അത് മെക്കാടൻ ടാറിങ് റോഡിനോട് ചേർന്ന് നിങ്ങളൊരു പ്ലോട്ടൊക്കെ എടുക്കാനൊക്കെ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് പ്ലോട്ട് തന്നെയാണ് കേട്ടോ. കണ്ടില്ല നിങ്ങൾ, പ്ലാറ്റ്ഫോറൊക്കെ ആണെങ്കിലും ഫുള്ള് ക്ലിയറാക്കി വെട്ടി ഇട്ടേക്കുന്ന തോട്ടമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്ന ഒരു തോട്ടം തന്നെയാണ് കേട്ടോ. നമുക്ക് അതിര് കണ്ടില്ലേ, അപ്പുറത്തെ ഭാഗത്തും തോട്ടങ്ങളാണുള്ളത്. ഈ ഒരു ഭാഗത്തൊക്കെ അതിര് ഫുള്ള് ഇതേപോലെ കയ്യാലെല്ലാം കെട്ടി തിരിച്ചിട്ടേക്കുന്നതാണ്. നമുക്കിന്ന് താഴെ പോയിട്ട് താഴത്തെ കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളും കാണിച്ചു തരാം. നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്ത് പിന്നെ വെള്ളത്തിൻ്റെ സൗകര്യത്തിനൊരു കിണറുണ്ട്, അതുപോലെ തന്നെ നമുക്കൊരു ബോർവെല്ലാണുള്ളത് കേട്ടോ. താഴെ ഇതിന് മുന്നേ വീടുണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും കൃഷിയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റുന്ന സ്ഥലം തന്നെയാണ്. ഇനി ചെറിയ രീതിയിൽ ഫാമൊക്കെ നടത്തണമെന്നുണ്ടെങ്കിലും ഒക്കെ പറ്റുന്ന സ്ഥലം തന്നെയാണ്. ഈ ഒരു ഭാഗം കുറച്ച് നിരപ്പുള്ള സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇതേപോലത്തെ കായ്ക്കുന്ന തെങ്ങുകൾ ഏകദേശം ഒരു 10-13ഓളം തെങ്ങുകൾ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് ഉണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് 1-2 ആഞ്ഞിലിയുണ്ട്. പിന്നെ ഒരു സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ഭാഗത്തോട്ടാണ് നമ്മളെ പ്ലോട്ടുള്ളത്. ഇതാണ് നമുക്ക് ബോർവെൽ ഉണ്ടെന്ന് പറഞ്ഞതാണ്. ഈ കാണുന്നതാണ് നമ്മളെ ബോർവെൽ കേട്ടോ. വെള്ളത്തിനൊന്നും ഒരു ക്ഷാമോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല വെള്ളം കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. ഇതാണ് ഇവിടെ ബോർവെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ഇവർക്ക് വീട് ഇവിടെ ആയിരുന്നു. അപ്പോൾ
പിന്നെ വീട് പൊളിച്ചിട്ട് ഇവർ വേറെ സ്ഥലത്ത് വീടെടുത്ത് അങ്ങനെ താമസം പോയേക്കാണ്. പിന്നെ ഉണ്ടല്ലേ, അതാണ് നമ്മളെ ഈ ഒരു ഭാഗം കുറച്ച് നിരപ്പുള്ളതാണ്. ആ ഒരു ഭാഗത്തായിരുന്നു മുന്നേ വീടുണ്ടായിരുന്നത്. വേണമെന്നുണ്ടെങ്കിൽ വീടൊക്കെ വെച്ച് താമസിക്കാനും അതിനൊക്കെ പറ്റുന്ന സ്ഥലമാണ്. നമ്മളെ പ്ലോട്ട് ഇത് ഈ ഒരു സ്ഥലത്ത് കുറച്ച് ഇതേപോലത്തെ മാവുണ്ട്, അതുപോലെ തന്നെ തേക്കുകളുണ്ട്. തെങ്ങ് കണ്ടില്ല നിങ്ങൾ, അത്യാവശ്യം നല്ലോണം കായ പിടിക്കുന്ന തെങ്ങുകളാണ്. പിന്നെ കറണ്ടൊക്കെ എടുക്കാനുള്ള സൗകര്യത്തിന് നമുക്ക് ഇലക്ട്രിക് പോസ്റ്റ് താഴെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഫാമൊക്കെ നടത്താനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ കറണ്ടൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ അതിനോട് ചേർന്ന് അവിടെ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കറണ്ട് എടുക്കാനുള്ള സൗകര്യത്തിന്. മുന്നേ ഈ ഒരു ഇവരെ വീട് വെച്ച് താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതിനകത്ത് കറണ്ടൊക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് ആണ് കിണറുള്ളത് കേട്ടോ. ആ കാണുന്നതാണ് കിണർ, വെള്ളമൊക്കെ ഉള്ള കിണറാണ്. ഇതാണ് ഇപ്പോൾ നമ്മൾ തോട്ടത്തിൻ്റെ മൊത്തത്തിലുള്ള ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. നല്ല അടിപൊളി തോട്ടമാണ്. അത് മെക്കാടൻ ടാറിങ് റോഡിനോട് ചേർന്ന്, ബസ് റൂട്ടിനോട് തൊട്ട് ചേർന്നിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് കിടക്കുന്നത്. നമുക്ക് വെള്ളരിക്കുണ്ട് ടൗണിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളരിക്കുണ്ട് ടൗണിൽ തന്നെ നമുക്ക് വെള്ളരിക്കുണ്ടിൽ നമുക്ക് ഗവൺമെൻറ് PHSയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളിലോട്ടൊക്കെ ഇനി ഒരു വീടൊക്കെ വെച്ച് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ പിള്ളേരൊക്കെ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞു വിടുന്നുണ്ടെങ്കിൽ നമുക്ക് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ നമുക്ക് വെള്ളരിക്കുണ്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പരപ്പയിലെത്തിക്കഴിഞ്ഞാൽ അവിടെയും ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് കേട്ടോ. പിന്നെ അതിനൊന്നൊരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ആരാധനാലയങ്ങൾ നമുക്ക് ഇവിടെ കല്ലഞ്ചിറ ടൗണിൽ തന്നെ നമുക്ക് മുസ്ലിം പള്ളിയുണ്ട്, അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളി നമുക്ക് ബളാലിലെത്തിക്കഴിഞ്ഞാൽ ക്രിസ്ത്യൻ പള്ളിയുണ്ട്. പിന്നെ ഇവിടുന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് കനകപ്പള്ളിയിലെത്തിക്കഴിഞ്ഞാൽ അവിടെയും ക്രിസ്ത്യൻ പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 3 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് ക്രിസ്ത്യൻ പള്ളി ഒക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിൻ്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ. ഈ ഒരു സ്ഥലത്തിന് ഇതിൻ്റെ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ സെൻറ്റിന് വെറും 25,000 രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലോട്ട് എടുക്കണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്നതാണ് ഓണറുടെ നമ്പർ. ഡയറക്റ്റ് ഓണറായിട്ട് എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ വിലയിൽ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതൊക്കെ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. എൻ്റെ നമ്പർ 98 95 18 18 86 പിന്നെ നിങ്ങളുടെ അറിവിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയത്തില്ലാതെ ഈ ഒരു ഏരിയയിൽ സ്ഥലങ്ങളൊക്കെ വേണമെന്നൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം അവർക്കൊന്ന് വാട്സപ്പിലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ഒരു പേജ് നിങ്ങൾ കഴിയുന്നൊന്ന് ഫോളോ ചെയ്ത് വെക്കുക കേട്ടോ. ഇതേപോലെ സ്ഥലങ്ങളുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.